ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി ബ്ലോഗൊന്നല്ല കേട്ടോ, ഇതൊരു കല്യാണ ബ്ലോഗ് തന്നെയാണ്. ഞാനൊരു മൈസൂർ പോയ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണമായിട്ട് ഇട്ടത്. ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണമുണ്ട്. ചെക്കൻ സക്ലേസ്പൂരാണ്. അപ്പോൾ രാവിലത്തെ നാസ്തക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഗീ റൈസും ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ വെച്ചാൽ നല്ലൊരു ചമ്മന്തി ഉണ്ട് പച്ചമുളകിൻ്റെ, പിന്നെ പച്ചക്കറി ഉണ്ട്, ചോറും ചപ്പാത്തിയും കൂടി കഴിച്ചു. അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് കുട്ടികളെന്ന് വെച്ചാൽ കുറച്ച് എല്ലാവരും കൂടി. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. പിന്നെ ഇവിടുത്തെ നാട് വെച്ചാൽ നമ്മളെ നാട്ടിനെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, കുറച്ച് കൃഷി അങ്ങനെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല കേട്ടോ. പിന്നെ കണ്ട സൈഡാണ് കേട്ടോ. ഞങ്ങളൊക്കെ നാട്ടിൽ പോലെ കണ്ടൊക്കെ ഇല്ല സൈഡാണ്. ഞാൻ വലിയ ടൗൺ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ ഇവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അടുത്തൊന്നുമല്ല. പിന്നെ കുറച്ച് ടൗൺ ഇല്ല എന്നല്ല, കുറച്ച് പോകാനുണ്ട്. വീടിൻ്റെ അടുത്തൊന്നും ടൗണൊന്നുമല്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെയാണ്. ആ കാണുന്ന കേട്ടോ പള്ളി. പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർക്ക് മംഗലവരൊക്കെ നിൽക്കുന്നവർക്കൊന്നും ഇങ്ങനെ കണ്ട സൈഡ് ഇങ്ങനത്തെ കണ്ടം ഇല്ല വകയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ട് പോയപ്പോൾ പിന്നെ നമുക്കിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ കണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് വലിയ അത്ഭുതം പോലെ തോന്നിയിട്ടില്ല, നമ്മുടെ നാട് പോലെ തന്നെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പേരായിട്ട് ഹോളിലേക്ക് പോകാം കേട്ടോ. ഹോളിലാണ് കല്യാണം. ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പം. 1 മണിയാകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോളെന്ന് വെച്ചാൽ പള്ളിയിലാണ് കേട്ടോ. വെച്ചാൽ ദർസൊക്കെ ഉണ്ട് ഇവിടെ, കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലമാണ്. മൊക്കാമുണ്ട് ഇവിടെയാണ്. ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ. അവിടെ കല്ലൊക്കെ കെട്ടുന്ന നബിദിനത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കല്ല് കെട്ടിയത് കണ്ടോ, എന്താ വെച്ചാൽ കല്ലെന്ന് വെച്ചാൽ സിമെൻറ്റ് ഇട്ടിട്ടല്ലേ കെട്ടില്ല, അവിടെ കമ്പി ഇട്ടിട്ടാണ് കെട്ടിയത്. ഹോളിൽ ഞങ്ങൾ 1 മണി സമയത്താണ് എത്തിയത്. ഇവിടെ ആരുമില്ല, ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. ഇതാ കാല് സ്ഥലം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ശ്യാമിൻ്റെ കാക്കമ്മായി, പിന്നെ മുത്തപ്പൻ്റെ മോള് പെങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരു കാറിന് വരേണ്ടവർ മാത്രമേ എത്തിയിട്ടുള്ളൂ. തായിലാണ് കേട്ടോ ഫുഡൊക്കെ. പോയപ്പോൾ ഫുഡൊക്കെ റെഡി ആവുന്ന എത്ര അപ്പോൾ ആളൊക്കെ വരാൻ 2 മണി അങ്ങനെ ആ സമയം ആവും കേട്ടോ. അതുകൊണ്ടാണ് ടൈം ഇവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊക്കെ നാട്ടിൽ രാവിലെ തന്നെ കല്യാണത്തിനൊക്കെ പോകണം എന്നുവെച്ചാൽ രാവിലെ തന്നെ കല്യാണമൊക്കെ തുടങ്ങും കേട്ടോ. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി കല്യാണമാണ്. അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ വന്നു. അപ്പം 2 മണിയായ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയാണ്. ഇവിടെയും ആട് ബിരിയാണിയാണ് കേട്ടോ. ആട് മാത്രമല്ല കേട്ടോ, ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ പയ്യിറച്ചി അങ്ങനെയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആട് ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറുമ്പോഴത്തേക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നല്ലില്ല, ക്ലിയർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല, വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ കേട്ടോ കറണ്ട് വന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരും ആ സമയത്ത് വന്നു. പിന്നെ പെണ്ണിനും ചെക്കനും ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെയും ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ട പോലത്തെ ഒരു വേറെ അത്ര ഇല്ലെങ്കിലും അതിന് കുറച്ചൊരു ചടങ്ങുണ്ടായിരുന്നു. പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇതുപോലത്തെ കല്യാണം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യും കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ പെണ്ണിനെയും ചെക്കനെയും കൂട്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ പോകും കേട്ടോ. പിന്നെ അവിടെ 2-3 ദിവസം ചെക്കനും പെണ്ണും അവിടെ നിന്നിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ പോയിട്ട് കൂട്ടിയിട്ട് വരത്താണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ കേട്ടോ ചെക്കൻ്റെ വീട്ടിലാണ് പെണ്ണ് നിൽക്കുക. അപ്പോൾ ഈ ചടങ്ങ് നോക്കറ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ലല്ലോ, വെറൈറ്റി അല്ലേ. അപ്പോൾ ഈ വെറൈറ്റി കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.
കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ലാസ്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് പോയി ഞങ്ങൾ ലാസ്റ്റാണ് വരുന്നത്. നല്ല കോടയൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.